ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് റവ കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമാകുന്ന നല്ലൊരു സ്നാക്സാണിത്. എന്നാൽ ശരി, ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നമ്മുടെ സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. 2 കപ്പ് എന്ന് പറയുന്നത് ഈ കപ്പിൽ 2 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 400 ഗ്രാം റവ ഉണ്ട്. നമ്മുടെ റവ വന്നിട്ട് ഇച്ചിരി വലിയ തരികളായിട്ടാണ് ഉള്ളത്. അതിൻ്റെ പേരിൽ ഞാൻ മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടാണ് എടുക്കുന്നത്. നല്ല ഫൈനായിട്ടൊന്നും പൊടിക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് റിവേഴ്സ് ബട്ടൺ കൊടുത്തിട്ട് 1 സെക്കൻഡ് 2 സെക്കൻഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ഞാനിതിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ ശരി, നമുക്കിനി ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. ഞാനിതിപ്പോൾ നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒരുപാട് ഫൈനായിട്ട് ഇതിപ്പോൾ പൊടിച്ചെടുത്തിട്ടില്ല, ചെറിയ രീതിയിൽ മാത്രമേ പൊടിച്ചെടുത്തിട്ടുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി നമ്മുടെ റവ സ്നാക്സ് തയ്യാറാക്കി തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് നമ്മുടെ റവയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നോർമൽ ഓയിലായാലും മതിയാവും. നമ്മളിതിലിപ്പോൾ ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല, വളരെ കുറച്ച് മസാലകൾ മാത്രം ചേർത്തിട്ടാണ് നമ്മുടെ ഈ സ്നാക്സ് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു 2 പച്ചമുളക് ചേർക്കുകയാണ്. 2 ചെറിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, പക്ഷേ ഞാനത് നല്ല ഫൈനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതല്ലാതെ പച്ചമുളകിൻ്റെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഒരു 1/2 ടീസ്പൂൺ ചേർത്താലും മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. വലിയ ജീരകമാണ്, ചെറിയ ജീരകമല്ല. പക്ഷേ ഇത് നല്ലതുപോലെ ചതച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഓരോന്നും വലുതായിട്ട് ഇങ്ങനെ കിടക്കും. അതിൻ്റെ പേരിൽ ചെറുതായിട്ട് ചതച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഞാനിതിപ്പോൾ ചെറുതായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് കസൂരി മേത്തിയാണ്. ഇത് വന്നിട്ട് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഉലുവയുടെ ചെടിയാണ് കസൂരി മെത്തി എന്ന് പറയുന്നത്. ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്ന ഒന്നാണ്. ഈ ഒരു പാക്കറ്റ് നമുക്ക് ഒരുപാട് നാളത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ഈ കസൂരി മെത്തി ഫുഡിലൊക്കെ ചേർക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റും മണമെല്ലാം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. ഇത് നല്ലതുപോലെ കയ്യിൽ വെച്ച് പൊടിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ഈ 1 കപ്പ് തേങ്ങാപ്പാൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അരമുറി തേങ്ങ ഒന്നും എടുത്തിട്ടില്ല. ഒരു 5 ടേബിൾ സ്പൂണോളം ചിരികിയ തേങ്ങ എടുത്തിട്ടാണ് ഞാൻ മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുത്തിട്ട് 1 കപ്പ് തേങ്ങാപ്പാൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരം നമുക്ക് കോക്കനട്ട് പൗഡർ വീട്ടിലുണ്ടെങ്കിൽ അത് 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതിയാവും. ഇനി നമുക്കിത് നല്ലതുപോലെ കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴച്ചെടുക്കില്ലേ, അതുപോലെ നല്ലതുപോലെ കുഴച്ചിട്ടെടുക്കണം. അപ്പോൾ അതിന് കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത 1 കപ്പ് തേങ്ങാപ്പാൽ തികയില്ല. അതിൻ്റെ പേരിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ തേങ്ങാപ്പാൽ ബാക്കിയുണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാവും. നമ്മൾ പിന്നെ കുഴച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, നല്ല ടൈറ്റായിട്ട് നമ്മളത് കുഴച്ചെടുക്കാൻ പാടില്ല. കുറച്ച് വെള്ളം പോലെ വെച്ചിട്ട് വേണം നമ്മളത് കുഴച്ചെടുക്കാനായിട്ട്. ഇച്ചിരി ലൂസായിട്ട് വേണം ഇതിരിക്കാനായിട്ട്. കാരണം നമ്മളിതൊരു 15 മിനിറ്റ് മാറ്റി വയ്ക്കുകയാണ്. അത്രയും സമയം കൊണ്ടിട്ട് കുറച്ചുകൂടി റവ സോഫ്റ്റായിട്ട് വരും. അതിൻ്റെ പേരിലാണ്. ഞാനിതിപ്പോൾ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഇത്രയും സമയം കൊണ്ട് നമ്മുടെ റവ കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ട് വരും. എന്നാൽ ശരി, ഇതൊരു 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ മാവെല്ലാം കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കൈവച്ച് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം. നമ്മൾ എത്രത്തോളം നല്ലതുപോലെ കുഴച്ച് കൊടുക്കുന്നോ അത്രയും സോഫ്റ്റ് ആയിട്ട് വരും നമ്മുടെ മാവ്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ കുഴച്ചെടുക്കുന്ന മാവ് ഇരിക്കേണ്ടത്. ഇനി ഇതിൽ നമുക്ക് ഓരോ ചെറിയ ചെറിയ ഉരുളകളായിട്ട് എടുത്തിട്ട് ഓരോ ഡിസൈൻ തയ്യാറാക്കി എടുക്കാം. ഈ രീതിയിലുള്ള ഓരോ ഉരുളകളാണ് ഞാൻ എടുക്കുന്നത്. വളരെ ചെറുതാണ്. അതിനുശേഷം കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, ഇതുപോലെ. ഇനി നമ്മൾ ഏതിലാണോ ഡിസൈൻ തയ്യാറാക്കി എടുക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് റോൾ ചെയ്ത് എടുത്താൽ മതി. ഇതുപോലെ നല്ല നല്ല ഡിസൈനെല്ലാം കിട്ടും നമുക്ക്. ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതുപോലൊരു സ്പാച്ചിലാണ് എടുത്തിട്ടുള്ളത്.
നമ്മൾ വീണ്ടും ഇതിൽ വെച്ച് ഒരുപാട് പ്രസ് ചെയ്യരുത്, ചെറിയ രീതിയിൽ വേണം പ്രസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിലല്ലാതെ നമുക്ക് ഡിസൈൻ തയ്യാറാക്കിയെടുക്കാം. ഈ റൗണ്ടിൽ. അപ്പോൾ അതിലും ഇതുപോലെ ഒരു പീസ് മാവ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം ഇളക്കിയെടുത്താൽ മാത്രം മതി. ഈ ഒരു രീതിയിലുള്ള ഡിസൈൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു സ്പാച്ചുല ഇല്ല നമ്മുടെ കയ്യിൽ, ഫോർക്കാണുള്ളതെങ്കിൽ അതും മതിയാവും. ഫോർക്കിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ റോൾ ചെയ്ത് എടുത്താൽ മതി. അപ്പോഴും നമുക്ക് ഇതുപോലെ നല്ല ഡിസൈൻസ് കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഡിസൈൻ തയ്യാറാക്കി എടുക്കാം. അതല്ലാതെ വേറൊരു ഡിസൈൻ എന്ന് പറയുന്നത് നമ്മുടെ സൈക്കിളിൻ്റെയൊക്കെ ബാക്കിലിരിക്കില്ലേ ലൈറ്റ്, അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് വാങ്ങി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ വെച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയുള്ള ഡിസൈനിൽ ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ, കൈവച്ച് പ്രസ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓരോ ഡിസൈൻ തയ്യാറാക്കി എടുത്താൽ മതിയാവും. നമ്മളിങ്ങനത്തെ ഡിസൈനെല്ലാം തയ്യാറാക്കി എടുക്കുന്നത് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇതിന്നും ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല നല്ല ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനെയെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. എന്നാൽ ശരി, ഞാൻ കുഴച്ച് വെച്ചിരിക്കുന്ന ബാക്കിയുള്ള മാവെല്ലാം ഇതുപോലെ തയ്യാറാക്കി എടുക്കുകയാണ്. ഞാനിതിപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോന്നും ഓരോ ഡിസൈനിൽ ചെയ്യാം. ഞാനിതിപ്പോൾ എല്ലാം ഒരേ ഡിസൈനിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നാൽ ശരി, നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലൊന്ന് ചൂടായതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിരുന്നാൽ മതിയാവും, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അതുപോലെ തന്നെ തീരെ സിമ്മിൽ നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത്, എങ്കിൽ പൊടിഞ്ഞു പോകും. അതിൻ്റെ പേരിൽ 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിത് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. ഇത് നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റവ സ്നാക്സ് ആണിത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നല്ലതുപോലെ ഇഷ്ടമാവും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. നമ്മൾ ഒരുപാട് സമയമൊന്നും ഓയിൽ ഇട്ടിരിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയിട്ട് വരും. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നമ്മുടെ റവ സ്നാക്സ്. വീട്ടിൽ പ്രത്യേകിച്ച് സ്നാക്സ് ഒന്നുമില്ല, പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു സ്നാക്സ് തയ്യാറാക്കണമെന്ന് വിചാരിച്ചാൽ റവ മാത്രം മതി. നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റവ സ്നാക്സ് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ നല്ലതുപോലെ ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഫ്രൈ ആകുമ്പോഴത്തേക്കും ഇതുപോലെ അതിൻ്റെ മുകളിലുള്ള ബബിൾസ് എല്ലാം നല്ലതുപോലെ കുറയും. അപ്പോൾ വേണം നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. ഞാനിതിപ്പോൾ ഇതുപോലെ നമ്മുടെ റവ സ്നാക്സ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സ് ആണിത്. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതുപോലെ തയ്യാറാക്കി കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതൊരു ബോട്ടിലാക്കി സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മാസം വരെ നമുക്കിത് കേടാകാതെ ഇരിക്കും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ ഫ്രം ജമീസ് കിച്ചൻ.